മുരുകേഷ് പാളയത്തിലെ കംഫോർട്ട് ശിവ ടെമ്പിളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടേ നിൽക്കുന്നത്. നല്ല ടെമ്പിളാണ് ഇത്. കുറേ 3-4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ വന്നതാണ്. അതിനുശേഷം പിന്നെ ഇപ്പാണ് ഇത് ഈ അമ്പലത്തിൽ വരാൻ പറ്റിയത്. കുറേ മാറ്റങ്ങൾ വന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഈ അമ്പലത്തിൽ നല്ല മാറ്റമാണ് കാണാൻ പറ്റുന്നത്. ഒരു മണിയെല്ലാം ഉണ്ട്. അതിന് വേണമെങ്കിൽ നമുക്കൊന്ന് ബ്ലെസ്സായി മുട്ടിയിട്ട് താഴെ ഇറങ്ങാം. ഒരു കുത്തനെയുള്ളൊരു സ്റ്റെപ്പാണ്. അത് ഇറങ്ങാൻ കുറച്ച് വിഷമമാണ്. നോക്കിയിട്ട് ഇറങ്ങണം. ഒരു ഗുഹയിലേക്ക് പോകുന്ന ഒരു ഫീലിങ്സാണ് നമുക്ക് ഇതിൽ കിട്ടുക. നല്ലൊരു ബ്ലെസ്സായിട്ടുള്ള അമ്പലമാണിത്. അത് ഗാനൂട്ടി എന്ന് ചെരുപ്പെല്ലാം അയച്ച് വെക്കുന്ന ഇതാണ് കാണുന്നത്. ചെരുപ്പ് അയച്ചിട്ട് വെച്ച് വേണം ഉള്ളിൽ കയറാൻ. അവിടെ കുറച്ച് ഒരു ഇരുട്ടുമായി. പിന്നെ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് നടന്ന് പോകുന്നു ഉള്ളിലേക്ക് കയറാൻ. ഉള്ളിലേക്ക് കയറണ്ടെങ്കിൽ ഇതിൻ്റെ അമ്പലത്തിൻ്റെ പുറത്തുള്ള കുറച്ച് ഭാഗമാണ്. ഒരു ഗുഹ പോലെ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഇത്രയും വലിയ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് തോന്നില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറും തോറും ഓരോരോ അത്ഭുതങ്ങളിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഉള്ളിൽ കയറി അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ടോക്കൺ എടുക്കണം എന്ന് പറഞ്ഞു. നമ്മൾ മുന്നേ വന്നപ്പോൾ അവിടെ ടോക്കനൊന്നും അങ്ങനെ ഇല്ലേനു. അങ്ങനെ 150 രൂപയാണ് ഒരാൾക്ക് ടോക്കൺ. അപ്പോൾ ഗുഹയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ 250 രൂപയാണ് കൊടുക്കേണ്ടത്. നമ്മൾ 150 രൂപക്ക് ടോക്കൺ എടുത്ത് കയറി. അപ്പോൾ അവർ പാക്കേജാണ് വിത്ത് ഒരു 6 പാക്കേജ്, ഒരു പൂജേൻ്റെ ഒരു പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഫസ്റ്റത്തെ നമ്മളൊരു പൂജ ചെയ്തതിൻ്റെ ഒരു ഇതാണ് ഇങ്ങനെ ഒരു നൂല് പോലത്തെ സംഭവം ഇങ്ങനെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് അത് ഓരോരുത്തർ കെട്ടുന്നതാണില്ല. കുറേ ആൾക്കാർ കെട്ടിയതാണ് ഈ കാണുന്നതല്ല. ഞാനും ഒരു നൂലെടുത്ത് കെട്ടി. അതിന് മുന്നേ കുറച്ച് രുദ്രാക്ഷം ഇങ്ങനെ ഒരു ചെറിയൊരു തളിക പോലത്തെ അതിൻ്റെ അകത്ത് ഇടേണ്ട ഒരു ഇതുണ്ട്. അത് പിന്നെ അവർ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് ഇനി പിന്നെ അടുത്തത് മേലോട്ടേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നതാണ്. അടുത്ത പൂജ ചെയ്യാനുള്ള ഇതിലേക്ക് എല്ലാം നമ്മൾ തന്നെ ഒരു 6 പൂജയും ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു തളികയിൽ രുദ്രാക്ഷം ഇങ്ങനെ ഓം നമഃ ശിവായ പറഞ്ഞ് അങ്ങനെ ഇട്ടു പോകുന്നതാണത്. ഇത് നല്ല ശിവൻ്റെ രൂപം. അത് നല്ല പണ്ടേ ഈ ശിവരൂപം ഇങ്ങനെ തന്നെയാണ്. അതിനൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു പൂജ ചെയ്യുന്നതിനും അങ്ങനത്തെ കുറച്ച് ഇതിനെല്ലാം മാറ്റമുണ്ട്. ആദ്യം ശിവലിംഗത്തിൽ ഇത് അടുത്തൊരു പൂജ ചെയ്യേണ്ടതാണ്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് കുറച്ച് പാലെടുത്തിട്ട് ശിവലിംഗത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഒഴിക്കുക. ആളടുത്ത് എന്നോടും കൂടി പറഞ്ഞ് ഞാനും അങ്ങനെ ചെയ്ത് അടുത്ത എല്ലാവരുടെയും ശിവലിംഗവും ശിവൻ്റെ കാര്യങ്ങളും ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ഗുഹയിലേക്ക് പോകുന്ന ഒരു ഇതാണ്. ഒരു കൈലാസത്തിൻ്റെ ഒരു ഇത് നമുക്ക് അവിടെ കിട്ടും. ഇതൊരു ശിവ എഴുതി വെച്ചതാണ്. ഇതാ ശിവൻ കൈലാസത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു രൂപമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ശരിക്കും ശിവൻ കൈലാസത്തിൽ നിന്ന ഒരു ഇതാണ് കാണാൻ പറ്റിയത്. അതൊരു നല്ലൊരു രൂപമാണ്. ഒരു കൈലാസത്തിൻ്റെ ഒരു ഫീലിങ്സാണ് കിട്ടുന്നത്. അത് മിറാക്കിൾ കോയിൻസാണ്. അതും ഒരു പൂജേൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളൊരു കോയിൻസ് 7 പ്രാവശ്യം ഓം നമഃ ശിവായ അതിലേക്ക് ഇട്ടിട്ട് 7 പ്രാവശ്യം ഓം നമഃ ശിവായ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ഒരു വിളക്ക്, ഒരു മെഴുകുതിരിൻ്റെ ഒരു ചെറിയൊരു മെഴുകുതിരിയാണ്. അത് തരും. അത് ഇതേപോലത്തെ ഒരു ചെറിയൊരു തളിക പോലത്തെ പാത്രത്തിൽ വെച്ചിട്ട് അവിടെ ചുറ്റും കുറച്ച് വെള്ളമുണ്ട്. അതിലെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഒഴുക്കുന്ന ഒരിതാണ്. ഓരോരുത്തർ ഇങ്ങനെ വന്ന് ചെയ്തും പോയിക്കൊണ്ടേ
നിൽക്കലാണ്. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇവിടെ വന്നിട്ട് ഇതാ വലിയൊരു ശിവലിംഗം അവിടെ മുമ്പിൽ നിന്ന് അവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണാൻ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ശിവൻ്റെ എല്ലാം പ്രതിമയും ശിവലിംഗവും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇവരൊരു ഒരു കൈലാസത്തിൻ്റെ ഒരു ഒരു ഫീലിങ്സ് കൊണ്ടുവരാനാണ് ഇവർ നോക്കിയത്. ഇത് ഏറ്റവും ലാസ്റ്റത്തെ ഒരു പൂജയാണ്. അത് ലാസ്റ്റ് അവരൊരു 2 ചന്ദനത്തിരി തരും. അത് നമ്മളിങ്ങനെ കത്തിച്ചിട്ട് അവിടെ